പ്രശ്നം ഒന്നാമത് ഭാഷയുടെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഹിന്ദുത്വ ശക്തികളുമായിട്ട് ഒരു ഡയലോഗിന് പോകുക എന്നുള്ളത് എന്തോ പാവമായിട്ടാണ് പൊതുവെ ഇടതുപക്ഷം കാണുന്നത്. അത് എനിക്കൊന്ന് CPM-നെക്കാട്ട് CPI ആളെന്ന് ശരിക്കും ഓട്ടോറിക്ഷ എന്ന് പറയുന്നത് CPI ആണ്. ആളില്ലെങ്കിൽ പോലും അവരാണ് ഏറ്റവും ശക്തമായി പറയാറുള്ളത്. പിന്നെ രണ്ടാമതാണ് CPM പറയാറുള്ളത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി സംഘവുമായിട്ട് ചർച്ച ചെയ്ത സമയത്തും ഇതേ രീതി ശക്തമായിട്ടുള്ള വിമർശനം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ എനിക്കൊന്ന് ആ സമയത്ത് ജലീലൊക്കെയാണ്. ജലീൽ പിന്നെ കുറച്ചുകൂടിയും ഈ ഇദ്ദേഹത്തെ പോലെ ഒരു എന്താണ് പറയുക, ഒരു ചെങ്ങന്നൂരെ ഒരു സാധാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ലല്ലോ, ഒരു പാവപ്പെട്ട CSI-ക്കാരനല്ലല്ലോ, വളരെ എലീറ്റായ ഒരാളാണല്ലോ. അതുകൊണ്ട് ഭയങ്കര സംസ്കൃത ചിത്തമായ ഭാഷയിലാണ് പറഞ്ഞിരുന്നേ ഉള്ളൂ. ശക്തമായ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം സഹയാത്രികനാണ്. ഇദ്ദേഹമാണെങ്കിൽ പാർട്ടി മെമ്പറാണ്, ആലപ്പുഴയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പം പറഞ്ഞ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ അതൊരു വല്ലാത്തൊരു ഭാഷയായി. കാരണം ഈ കേക്ക് ഈ വാറ്റിയ വീഞ്ഞിനായിരിക്കുമ്പോൾ ഇതൊന്നും ക്രിസ്ത്യൻ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരാക്കാന്തമുള്ള സാധനമല്ല. കാരണം ഇവർ പലരും ആ ഒരു അവരെ പ്രായമൊക്കെ വെച്ചെങ്കിൽ ഇതൊന്നും തൊടാത്ത ആളുകളാണ്. പിന്നെ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതൊന്നും അവരെ സംബന്ധിച്ച് വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? ജീസസിനെ കുരിശിലേറ്റുന്ന സമയത്ത് പോലും ജീസസ് പറഞ്ഞിട്ടുള്ളത് അവരോട് ക്ഷമിക്കുക. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമെന്നാണ്. ക്ഷമിക്കാൻ മാത്രമേ ബൈബിൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ലോകത്ത് അടിച്ചാൽ തിരിച്ചടിക്കേണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മതഗ്രന്ഥം മാത്രമേ ഉള്ളൂ, അത് ബൈബിളാണ്. വേറൊരു മതഗ്രന്ഥം നിങ്ങൾ അങ്ങനെ സ്നേഹത്തെപ്പറ്റി മാത്രം പറയുന്നത് ഒരു മതഗ്രന്ഥം ബൈബിളാണ്. അവരുടെ അടിസ്ഥാനമായി അവർ പഠിപ്പിക്കുന്നത്. ഇപ്പം ഹിന്ദുത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളെ കൂട്ടുന്ന പരിപാടിയില്ല. പക്ഷേ നിലവിലുള്ള ഹൈന്ദവ സമുദായത്തെ അങ്ങനെ തന്നെ നിലനിർത്തുന്നുള്ള ഒരു 100 വർഷമാണ് അവരുടെയൊക്കെ കണക്ക്. 100-500 വർഷത്തെ പ്ലാനാണ് അവർക്കുള്ളത്, മറ്റുള്ളവരെ പോലെ അല്ല. അപ്പോൾ അവർക്ക് ഈ രണ്ട് വിഷയങ്ങളും ഇതാണല്ലോ അവരെ എതിരാക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ മണിപ്പൂരിലാണെങ്കിൽ ആ രണ്ട് വിഷയങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെയൊക്കെ എങ്ങനെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോൾ സഭയുടെയും അതിൻ്റെ സംഘത്തിനെയും, ഞാൻ സംഘം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പഴയ പ്രചാരകനായിരുന്നു, ഇപ്പോഴും RSS-ഉമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നമുക്കറിയാം ഇവർ രണ്ടും ഒരേപോലെയുള്ള ഓർഗനൈസേഷനാണ്. ആ അർത്ഥത്തിൽ അവർക്ക് അവരുടേതായ കൃത്യമായ മതപരമായ അജണ്ടയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ എതിരാളികളായി നിൽക്കുന്ന ആളുകളോടും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് അവർ പോകുന്നുള്ളത്. BJP നമ്മൾ നോക്കാം, BJP സിഖുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, മുസ്ലിംസായിട്ട് ഉത്തരേന്ത്യ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ക്രിസ്ത്യൻ സഭകളായിട്ട് മുമ്പേ വാജ്പേയി ആദ്യം മന്ത്രിസഭയിൽ വന്ന സമയത്ത് തന്നെ എനിക്കൊന്ന് പ്ലാനിംഗ് ബോർഡിലേക്ക് എടുത്തത് നമ്മൾ വിചാരിച്ച ഇവിടെയുള്ള വല്ല സഹയാത്രികനായ RSS സഹയാത്രികനായ എക്കണോമിസ്റ്റിനെ എടുക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ലൊരു ക്രൈസ്തവ വിശ്വാസിയായി ഇടുക്കി ഹൈറേഞ്ച് ഭാഗത്തുള്ള ആളാണ് അവരെടുത്തിട്ടുള്ളത്. മന്ത്രിയായിട്ട് PC തോമസ് ആണെന്ന് തോന്നുന്നു, കേരള കോൺഗ്രസിൻ്റെ. അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനത്തിനൊക്കെ എടുത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അവ്യക്തമായ ഒന്നുമില്ല. ബൈബിൾ തന്നെ പറഞ്ഞ പോലെ കർത്താവിന് സീസണും കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ബൈബിൾ പറഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് അറിയാൻ ചെയ്യാം. അപ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടിൻ്റെ ഭാഗമാണ്. പക്ഷേ ഉപയോഗിച്ച ഭാഷ, ആ പ്രഖ്യാപിത നിലപാടിനോട് സഭയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അത് ഓരോരുത്തരുടെ നിലപാട് സഭയ്ക്ക് അറിയാം, സഭയ്ക്ക് സഭയുടെ നിലപാടുള്ളതാണല്ലോ. ഉപയോഗിച്ച ഭാഷ ഭയങ്കര മോശമായി. ആ സമയത്ത് ഇവരെ രണ്ടുപേരെ അകറ്റാനുള്ള കളികൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിലരൊക്കെ കളിക്കുന്നുണ്ട്. സുന്ദരമായ ഭാഷയൊക്കെ ഉപയോഗിച്ച് ചിലർ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആളുകളെ വർത്താനം ആ രീതിയിൽ തന്നെയാണ്. സഭയും പാർട്ടിയും തമ്മിലുള്ള ഉണ്ടാകുന്ന ഈ ബന്ധങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്ന് പൊളിച്ചിട്ട് വേറൊരു അജണ്ടയിലേക്ക് പാർട്ടിയെ വേറൊരു രീതിയിൽ ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.